Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരു 98.2% ആൾക്കാർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാനൽ കുറച്ചുകൂടെ റീച്ചൊക്കെ വേണം, അതാണ് എനിക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. മനസ്സിലായില്ല? ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഫോണിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ, എന്തുകൊണ്ട് ഫോണിന് വില കൂടുതൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അതിനോട് അഭിപ്രായം സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നീങ്ങാം. കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കണ പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ. ലൈഫിലെ എല്ലാ കാര്യങ്ങളും എക്സ്പെൻസീവായിട്ട് മാറാൻ പോവാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളിലും അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യും. അത് വേറൊരു കാര്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്ലീസ് മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ കാണാം. ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോയും കൂടെയാണ് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണത്. പിന്നെ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മാത്രം പോരെ, നമുക്ക് ലൈക്കും വേണം, കമൻറ്റും വേണം. എന്നാലാണ് ആ ഒരു വീഡിയോ ഒരു റീച്ചിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ ഗായ്സ്. ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് കടക്കൽ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹോണറിന്റെ മാജിക് V6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഗായ്സ്. അബ്സല്യൂട്ട്ലി ബാറ്ററി സ്റ്റണ്ണിങ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. 7150 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു റൂമറും കൂടെ ലീക്ഡ് ആവാൻ പോകുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ മാജിക്കിന്റെ V6 എന്ന് പറയുന്ന ഈ ഒരു ഫോണിൽ ഇതിന്റെ റെയർ ക്യാമറ വരാൻ പോകുന്നത് 200 മെഗാപിക്സലിന്റെ റെയർ ക്യാമറ വെച്ചിട്ടായിരിക്കും ഇറങ്ങാം. പിന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് റിവീലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. LPDDR5X റാം, പിന്നെ UFS ആണെങ്കിൽ 4.1 ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നർ സ്ക്രീനും പിന്നെ അതേപോലെ തന്നെ കവർ സ്ക്രീനും എന്ത് സൈസിലായിരിക്കും വരാന്നുള്ളത് ആ സമയത്ത് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുകയാണ്. ഓക്കെ ഗൈസ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളും പവർ ബാങ്കിനെ വരെ റീപ്ലേസ് ചെയ്യുന്ന രീതികളിലാണ് ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനീസുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് സ്മാർട്ട് ഫോൺസുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു മൈൻഡിൽ കരുതി വെക്കാം. ഫോണിന് എന്തായാലും വില ഉണ്ടാവും കേട്ടോ, അത് വേറൊരു കാര്യം. ഇതൊരു 6800 ദിർഹംസോ ഒക്കെ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില. കാരണം അറിയാലോ, ഒന്ന് റാമിന്റെ വില കൂട്ടി, കാരണം അതിൻ്റെ അത്രയും പ്രൊഡക്ഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും റാമിന്റെ വില കൂട്ടി. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നതോട് കൂടിയിട്ട് ഫോണിന്റെ വിലകളൊക്കെ കുത്തനെ സ്കൈ റോക്കറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇതൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ 2026 നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ പുതിയ സ്മാർട്ട് ഫോൺ മേടിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നടിയിൽ കമൻറ്റ് ചെയ്യാം. വിവോൻ്റെ 2 സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒന്ന് വിവോൻ്റെ V70 ഇറങ്ങാനും പോകുന്നുണ്ട്. അതേപോലെ തന്നെ വിവോൻ്റെ V70 ലൈറ്റ് എന്ന് പറയുന്ന സ്മോളർ എഡിഷൻ സ്മാർട്ട് ഫോണും അടുത്ത മാസം ഫെബ്രുവരി ഒരു 4-ാം തീയതി കൂടിയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വിവോൻ്റെ ഒരു ഫോണുകൾ ഒരു നല്ലൊരു രീതിയിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിപൊളിയാണ്. ഒന്ന് ഒറിജിനൽ OS മാറിയപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡിറ്റി ഈസ് അമേസിങ്. രണ്ടാമത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഈസ് ഓൾസോ അബ്സല്യൂട്ട്ലി അമേസിങ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വിവോ നമ്പർ 1 ആണ്, അത് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി എന്തായിരിക്കും അതിൻ്റെ ചിപ്സെറ്റ് എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 മോഡലുകൾ ഫെബ്രുവരി 4-ാം തീയതി വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ് ആ സമയത്ത് ഞാൻ നിങ്ങളെ മുന്നിൽ റിവ്യൂല്
ചെയ്യാൻ താല്പര്യം ഉണ്ടാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ ഐക്യൂന്റെ 15R എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന്റെ ഒരു റീബ്രാൻഡിങ് നെയിം നമ്മുടെ ചൈനയിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റീബ്രാൻഡിങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഐക്യൂന്റെ 15R എന്ന് പറയുന്ന മോഡലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇതിൽ 2 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ ഉള്ളത്. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. പക്ഷെ ഇതൊരു അടിപൊളി സ്പെക്ക് ആയിട്ടുള്ള ഒരു ഫോൺ കൂടിയാണ്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് LPDDR-ന്റെ 5X UFS ആണെങ്കിൽ 4.1 ആയിരിക്കും വരാം. പിന്നെ അത് 6.5 ഇഞ്ചിന്റെ AMOLED സ്ക്രീന്. ഇത് LTPS ഡിസ്പ്ലേയും കൂടിയാണ്. ഇത് 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 7600 mAh ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. അതും കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററിയാണ്. പിന്നെ 100 വാട്ട്സിന്റെ ചാർജറാണ് വരാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 200 മെഗാപിക്സലിന്റെ റെയർ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ വരുന്നത് നമ്മുടെ 32 മെഗാപിക്സലിന്റെ ക്യാമറയാണ് ഇതിൽ വരാൻ പോകുന്നത് ഈ ഐക്യൂന്റെ 15R എന്ന് പറയുന്ന ഈ ഒരു മോഡലിന്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതൊരു നല്ലൊരു കിടുക്കാച്ചി സ്മാർട്ട് ഫോണും കൂടിയാണ്. പിന്നെ ഇതൊരു 16 GB RAM ആണ്. പിന്നെ 1 TB സ്റ്റോറേജ് വെച്ചിട്ടായിരിക്കും ഇറങ്ങാന്നാണ് പറയണത്. അപ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യെസ് അബ്സല്യൂട്ട്ലി ഇറ്റ്സ് ആൻ വാല്യൂ ഫോർ മണി ആണ്. പിന്നെ ഇതിനൊരു ഗെയിമിംഗ് ചിപ്സെറ്റ് വിവോന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൻ്റെ ഒരു മൂത്താപ്പ വരാൻ പോകുന്നുണ്ട്. മൂത്താപ്പ അടുത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറയാം, മൂത്താപ്പ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം. X9 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു കിടിലൻ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണും കൂടിയാണ്. ഇതൊരു 6.8 ഇഞ്ചിന്റെ ക്വാഡ് HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് AMOLED ഡിസ്പ്ലേയും കൂടിയാണ്. ഇത് പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഇച്ചിരി വാസ്റ്റ്ലി ഇംപ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 200 മെഗാപിക്സലിലെ ക്യാമറയാണ് യവന്മാർ ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഡിസൈനും കാര്യങ്ങളും ഞാൻ ഇതിൽ ഇട്ട് കാണിക്കാം. പിന്നെ ലെൻസ് സപ്പോർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് ടെലിഫോട്ടോ ലെൻസും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഡിഫറെൻറ്റ് റിസൾട്ട്. പിന്നെ UFS ആണെങ്കിൽ 4.1, LPDDR 5X RAM, സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 7300 mAh സെയിം ബാറ്ററി ബാക്കപ്പ് ആണ് ഇറങ്ങാൻ പോകുന്നത്. ഫൈൻഡ് X9 Proയിലും 7300 mAh ബാറ്ററിയാണ് ഇറക്കിയത്. ഇപ്രാവശ്യം ഈ X9 Ultra'യിൽ വരാനും പോകുന്നത് സെയിം ബാറ്ററി ബാക്കപ്പ് ആണ്. 7300 കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. വിലയുടെ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു പ്രതീക്ഷ ഇതിനൊരു പ്രൈസ് ടാഗ് 80,000 രൂപ ആവാനാണ് സാധ്യത. അപ്പോൾ അതും കൺസിഡറേഷനിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ 75,000 രൂപ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 2 രീതികളിലും ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇപ്രാവശ്യം വിലകളൊക്കെ കൂടാൻ പോകണ ഫോണിൻ്റെ, അപ്പോൾ അതും കൺസിഡർ ചെയ്യുക നിങ്ങൾ മൈൻഡിൽ. വിവോന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോന്റെ X200T എന്ന് പറയുന്ന ഫോണ് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇത് ഇൻ ജനറലി ആയിട്ട് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഫോണും കൂടിയാണ്. പിന്നെ ഇതൊരു വാല്യൂ ഫോർ മണിയും കൂടി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. Dimensity 9400+ എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതൊരു 6.6 ഇഞ്ചിന്റെ AMOLED 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 6200 mAh ബാറ്ററി. UFS ആണെങ്കിൽ 4.1 ആണ് UFS സിസ്റ്റം വരുന്നത്. പിന്നെ LPDDR 5X RAM. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. 50 മെഗാപിക്സൽ പ്രൈമറി, 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, പിന്നെ മാക്രി ക്യാമറ അല്ലെങ്കിൽ പോർട്രേറ്റ് ക്യാമറ ഒക്കെ ഉണ്ടാവും. അത് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. മൂന്നാമത്തെ ക്യാമറ എന്ത് ഫീച്ചർ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് അടിയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ ഇത് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് LTPO അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് 1 ഹെർട്സ് ടു 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിലാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ
ബാറ്ററി ആണെങ്കിൽ അടിപൊളി ബാറ്ററിയാണ്. 6200 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ ചാർജിങ് ആണ് ബോക്സിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത്. ഇത് 512 GB 12 GB റാമിന് 60,000 രൂപയുടെ ഇദ്ദേഹം പ്രൈസ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ 512 GB 16 GB റാമിന് 70,000 രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാൻ വ്യക്തമായിട്ട്. പിന്നെ ഏതൊക്കെ ബാങ്കുകൾ ഇവർ കൊടുക്കുന്നുണ്ട് ഓഫർ, അതിന് അത്ര 5,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ 18 മാസം വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് വിവോ X200Tയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. പിന്നെ കണ്ട ഒരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോൻ്റെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ PC അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ലിങ്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫയൽസുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതും ഞാനിതിൽ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. എന്താണ് ആ ആപ്ലിക്കേഷന് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ അടുത്തൊരു റിവ്യൂവിൽ കണ്ടപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് വിവോൻ്റെ X200T എന്ന് പറയണ ഈ ഒരു ഫോൺ എടുക്കാൻ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. കമൻറ്റും അടിയിലും രേഖപ്പെടുത്താം. പുതിയ ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. ഐക്യു ഈ മാസം ഒരു 16 മുതൽ ഒരു സാധനം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് സ്മാർട്ട് ഫോണും കൂടെയാണ്. ഇച്ചിരി ലെങ്തി ആയാലും നോ പ്രോബ്ലം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഐക്യുവിൻ്റെ 15 Ultra ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കിടന്നാൽ ഇതൊരു സ്നാപ്ഡ്രാഗൻ്റെ 80 Lite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, അതും LTPO ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. 7400 mAh ബാറ്ററി, 100 വാട്ട്സിന്റെ ചാർജർ, പിന്നെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുപോരാണ്ട് ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. പിന്നെ വിവോന്റെ ഒരു സിഗ്നേച്ചർ ചിപ്സെറ്റും കൂടെ ഇതിൽ വരാൻ പോകുന്നുണ്ട്. ഒരു Q3 ചിപ്സെറ്റ് വരുന്നുണ്ട്. ഈ Q3 ചിപ്സെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഗെയിമിംഗ് പെർഫോമൻസ് യവന്മാർ ഇതിൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ പോകണം. അതായത് ഹൈ ഫ്രെയിംസ് ഗെയിംസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യവന്മാർ ഇത് ഈ ഫോണിൻ്റെ ഉള്ളിൽ ഒരു Q3 ചിപ്സെറ്റും കൂടെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. പിന്നെ ഇതൊരു 600 ഹേർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ വിവോന്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു അപ്ഡേറ്റ് കൂടെ ഉണ്ട്. 2 സൈഡിൽ ട്രിഗർ വരാണ്ട്. ട്രിഗർ ഷൂട്ടിംഗ് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് ബിൽറ്റിൻ ട്രിഗർ യവന്മാര് ഫോണിൻ്റെ, അത് ഫോണാന്ന് വെച്ചോ, ഇവിടെ 2 ട്രിഗറുകൾ വെച്ചിട്ടുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ട്രിഗർ ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പറ്റും. പിന്നെ ഇതൊരു 24 GB റാമാണ്, 1 TB സ്റ്റോറേജ്, UFS ആണെങ്കിൽ 4.1, LPDDRന്റെ 5x റാം. വാവ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. വാവ് 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 അബ്സല്യൂട്ട്ലി ഒരു വേൾഡ് ക്ലാസ് ഫോണ്. പിന്നെ 100 വാട്ട്സിന്റെ ചാർജിങ് ആണ് വരാൻ പോകുന്നത്. അതും PD ചാർജിങ് ഉണ്ട്. പിന്നെ വിവോ ആദ്യമായിട്ടാണ് ഒരു PPS ടെക്നോളജി ചാർജറും കൂടെ ഈ ഐക്യു 15 Ultra'യിൽ കൊണ്ടുവരാൻ പോകുന്നു. PPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചാർജറുമായിട്ടാണ് വിവോ കൊണ്ടുവരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് വിവോ ഐക്യു 15 Ultra'യിൽ ഇങ്ങനെ ഒരു ചാർജർ കൊണ്ടുവരുന്നത്. ഇത് ബെൽക്കിൽ ഓൾറെഡി ഈ ഒരു ചാർജർ ഉണ്ട്. നിലവിൽ നമ്മുടെ 45 വാട്ട്സിലുണ്ട്, അതേപോലെ 60 വാട്ട്സിലുണ്ട്. ഈ സെയിം ടെക്നോളജി നിങ്ങൾക്ക് വിവോൻ്റെ ഐക്യു 15 Ultra'യിലും വരാൻ പോകുന്നുണ്ട്. പിന്നെ ഇത് റിവേഴ്സ് വയേർഡ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. നമുക്ക് ലൈക്ക് ഒരു പവർ ബാങ്ക് പോലെ ഐക്യു 15 നിന്ന് വേറെ ഏതെങ്കിലും ഡിവൈസിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. പിന്നെ ഇത് LTPO ഡിസ്പ്ലേയും കൂടെയാണ്. പിന്നെ HDR10+ ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ USB ആണെങ്കിൽ 3.2 ആണ്. അതും ഹൈ ലെവൽ സംഭവമാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ
വേറൊരു പ്രത്യേകത കൂടെ പറയാനുള്ളത് വെച്ചെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ലൈറ്റും വെക്കും. അത് പോരാണ്ട് ഫോണിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു സാധനം കൂടി ഉണ്ട്. ഈ ഹീറ്റ് ഡെസിപ്പേഷൻ ചെയ്യാനുള്ള ഒരു ത്വര അവരുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ഫാനിൻ്റെ ചൂട് അല്ലെങ്കിൽ ഈ പ്രോസസ്സറിൻ്റെ ചൂട് പുറത്തൊക്കെ എടുത്ത് കളയാനുള്ള ഒരു സംവിധാനം യവന്മാർ ഐക്യു 15 അൾട്രയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കണ്ടത്. ഞാൻ വീഡിയോ കണ്ടു, അതിൻ്റെ വീഡിയോ ലീക്ഡ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സാധനം തന്നെയാണ് ഇപ്രാവശ്യത്തെ ഒരു ഗെയിമിംഗ് ഫോൺ എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു സാധനമാണ്. ഈ ഒരു മുതൽ ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. ക്യാമറയ്ക്കൊരു പ്രാധാന്യം കൊടുക്കാത്ത, ഗെയിമിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു 144 ഹെർട്സിൻ്റെ LTPO AMOLED 6.8 ഇഞ്ചിൽ ഇറങ്ങാൻ പോകുന്ന വർത്തായിട്ടുള്ളൊരു ഫോണാണ് ഈ ഐക്യു 15 അൾട്ര ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്നും കൂടെ കമൻറ്റ് ചെയ്യുക. പേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് പേടിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെയൊക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.